السلام عليكم ورحمة الله وبركاته. بسم الله العظيم القدرة والشان. بسم الله العظيم القدرة والشان. شديد البطش والبرهان. بسم الله ما شاء الله كان وما لم يشأ لم يكن. لا حول ولا قوة إلا بالله العلي العظيم. وأفوض أمري إلى الله إن الله بصير بالعباد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. صدق الله مولانا العلي العظيم. إني نزيلك والنزيل لديك يا خير الأنام بكل خير يعتدي. فعليك منا كل وقت دائما أزكى الصلاة مع السلام سرمدي. وعلى صحابتك الكرام جميعهم والتابعين لهم بخير فاجهدي. العالمون وإن ماتوا فأحياء فالجاهلون فماتوا قبل موتهم. അഭിയൊന്നരായ സാദാത്ത് സയ്യിദ് അവറുകളെ, മറ്റു സാദാത്യങ്ങളെ, ബഹുമാനമുള്ള അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന അൻവാറുൽ ഹുദയിലെ നക്ഷത്രങ്ങളായ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, അഭിവന്ദരായ ഉസ്താദുമാരെ, കാരണവന്മാരെ, യുവ സഹോദരങ്ങളെ, റഹ്മാനുർ റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒത്തുചേരൽ സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മുബാറക്കായ മജ്ലിസിൽ നാം ഈ ഒരുമിച്ച് കൂടിയതുപോലെ അനുഗ്രഹപൂരിതമായ ജന്നാത്തുൽ ഫിർദൗസിന്റെ പറുദീസയിൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖ് ഉൾപ്പെടെ നാം ഇഷ്ടപ്പെടുന്നവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരോടും കൂടെ ഒരുമിച്ച് കൂടാൻ കരുണാവാരിധിയായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിശാലമായ റഹ്മത്തിന്റെ വാതായനങ്ങൾ ചരിത്രപരമായി ഒരു നിയോഗം പോലെ ലഭ്യമായ ഒരു മണ്ണിൽ താമസിക്കുന്ന ആളുകളാണ് നാം ഓരോരുത്തരും. ഖൈറുള്ള എന്ന അറബികൾ വിളിച്ച ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ ജനിക്കാനും ജീവിക്കാനും നന്മയുടെ വിളക്കുമാടങ്ങളായ മഹാധരന്മാരോട് ബന്ധം സ്ഥാപിക്കുവാനും അവരുടെ വഴിയെ സഞ്ചരിക്കാനും ഭാഗ്യം ലഭിച്ചവർ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ യമനിനാ വശാമിനാ, പടച്ചവനെ ഞങ്ങളുടെ യമനിലും ഷാമിലും നീ ബറക്കത്ത് ചെയ്യണമെന്ന്
ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്ത അൽ ഇൽമു യമാനിയും വൽ ഹിക്മത്തു യമാനിയ വൽ ഫിഖ്ഹു യമാനിയുൻ. യഥാർത്ഥമായ ഈമാൻ യമനിൽ നിന്ന് ലഭിക്കുന്നതാണ്. തത്വജ്ഞാനം യമനിന്റേതാണ്. കർമ്മശാസ്ത്രം യമനിന്റേതാണ്. യഥാർത്ഥമായ ഇൽമിന്റെ പാരമ്പര്യം യമനിന്റേതാണെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൂറ്റാണ്ട് 14 മുമ്പ് പ്രഖ്യാപിച്ച് തന്റെ പരിശുദ്ധ കലിമത്ത് കൊണ്ട് ആദരവ് നൽകിയ യമനി പാരമ്പര്യമുള്ള മണ്ണാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളത്തിൻ്റെത്. കേരളത്തിന്റെ ദീനീ ചൈതന്യം നമ്മൾ പരിശോധിക്കുമ്പോൾ, അതിന്റെ ചരിത്രത്തിന്റെ വരികളിലൂടെ നാം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട സാദാത്യങ്ങളെ നമ്മൾ പരിശോധിച്ചാലും മഹാപണ്ഡിതന്മാരെ നമ്മൾ പരിശോധിച്ചാലും, ആ ഹഖായ ദീനിന്റെയും ഇൽമിന്റെയും മഹ്ലുകാർ, അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം വ ഇമാദുദ്ദീൻ, ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പ്, വിശ്വാസപരമായ ദീനീപരമായ നിലനിൽപ്പ്, വിജ്ഞാന അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം വ ഇമാദുദ്ദീൻ, ഒരു സമൂഹത്തിന്റെ സത്യസന്ധമായ ദീനിയായ നിലനിൽപ്പ്, വിശ്വാസപരമായ നിലനിൽപ്പ് വിജ്ഞാനത്തിലൂടെയാണ്. ആ വിജ്ഞാനം നഷ്ടപ്പെട്ടു പോയാൽ, ലഭിക്കേണ്ടത് ലഭിക്കാതെ പോയാൽ, അവർ ശാരീരികമായി ജീവിക്കുന്നവരാണെങ്കിലും അവരുടെ യഥാർത്ഥമായ ജീവൻ അവർക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയും. ആ നിലക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ പരിശോധിക്കുമ്പോൾ, അത്തരം ഒരു ദുരന്തത്തിന് ഇടവരാത്ത മണ്ണാണ് നമ്മുടെ കേരളത്തിന്റെ മണ്ണ്. അതിന്റെ പാരമ്പര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതേ കാലത്ത്, അവിടുന്ന് പരിശുദ്ധമായ മദീനയിൽ ദഅവത്ത് നിർവഹിക്കുന്ന അതേ കാലത്ത് കേരളത്തിൽ പരിശുദ്ധ ഇസ്ലാം എത്തി, ദീനിന്റെ വിജ്ഞാനങ്ങളെത്തി. നമുക്കറിയാം, ഹിജ്റ 500കളിൽ, ഹിജ്റ 5-ാം നൂറ്റാണ്ടിലൊക്കെ പ്രിയപ്പെട്ടവരെ കേരളത്തിൽ പള്ളി ദർസുകൾ സ്ഥാപിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ പറ്റും. പള്ളി ദർസുകൾ, പള്ളി ദർസുകൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീന് യഥാവിധി കൃത്യമായി സത്യസന്ധമായി പഠിപ്പിക്കപ്പെടുന്ന സാഹചര്യം കേരളത്തിലുണ്ടായി. മഹാന്മാരായ പണ്ഡിതന്മാര് കേരളത്തിൽ വന്നു. അക്കൂട്ടത്തില് സ്വഹാബത്തുണ്ടായിരുന്നു, താബീങ്ങളുണ്ടായിരുന്നു, അത്ബാഉ താബീങ്ങളുണ്ടായിരുന്നു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാന്മാരുണ്ടായിരുന്നു. അവരിലൂടെയാണ് കേരളത്തിലെ ദീന് നിലനിന്നത്. ആ പാരമ്പര്യത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മഹാന്മാരായ പൊന്നാനി മഖ്ദൂമമാരെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ കഴിയും, മമ്പുറന്തങ്ങളെ കാണാൻ കഴിയും, അതുപോലെയുള്ള മഹാദരന്മാരെ കാണാൻ കഴിയും. അവരിലൂടെ നിലനിന്ന് വന്ന ദീന് കൃത്യമായി പറഞ്ഞാൽ 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളീയ മുസ്ലിം പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട്, യഥാർത്ഥമായ യമനി പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഒരു പറ്റം പണ്ഡിതന്മാർ ദീനിന്റെയും വിശ്വാസത്തിന്റെയും ഇൽമിന്റെയും സംരക്ഷണം ഏറ്റെടുത്തു. ആ സംവിധാനത്തിന്റെ പേരാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായതോടുകൂടെ കേരളീയ മുസ്ലിമീങ്ങൾക്ക് അവരുടെ വിശ്വാസാചാര കർമ്മങ്ങളിൽ ശക്തമായ രക്ഷാകവചമാണ് ലഭ്യമായത്. ആ മഹത്തായ സംവിധാനത്തിന് കേരളത്തിലെ നേതൃത്വം നൽകിപ്പോയ ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. മഹാനായ വരക്കൽ തങ്ങൾ പാപ്പ ഉൾപ്പെടെ, പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ ഉൾപ്പെടെ, നവ്വറല്ലാഹു മർക്കദഹും. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് പരിശോധിച്ചാൽ നമ്മുടെ കാലക്കാരായ മഹാനായ കണ്ണിയത്ത് ഉസ്താദും ശംസുൽ ഉലമയും പ്രിയപ്പെട്ടവരെ അവരിൽ അഗ്രഗണ്യരായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതോടൊപ്പം തന്നെ മഹാനായ ബാഫക്കീത്തങ്ങളും പൂക്കോയത്തങ്ങളും ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായ കബീലയിലൂടെ കഴിഞ്ഞു പോയ ബഹുമാനപ്പെട്ട അഹ്ലുൽ ബൈത്ത്. ആ മഹത്തായ വിശാലമായ സംവിധാനം ഇവിടെ നിലനിന്നപ്പോൾ കേരളീയ മുസ്ലിമീങ്ങൾ ലോക മുസ്ലിമീങ്ങൾക്ക് മാതൃകയായി നമ്മുടെ വിദ്യാഭ്യാസ
ബോർഡ് അഥവാ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീന് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, ആ സംവിധാനം ഇതിന് തുല്യമായൊരു സംവിധാനം ഇന്ന് ലോകത്ത് 57ഓളം വരുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ലോകത്തുണ്ട്. പരിപൂർണമായി ഇസ്ലാമികമെന്ന് പറയപ്പെടുന്ന രാജ്യങ്ങൾ, അവിടെ പോലും പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയില്ല. ആ സംവിധാനങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകിയ ആളുകൾ, ഇന്നേ വരെ കഴിഞ്ഞു പോയ ആളുകൾ ഉഖ്റവിയായ ആലിമീങ്ങളായിരുന്നു. അഥവാ അൽ-ഉലമാഉ വറസത്തുൽ അംബിയാ, അൽ-ഉലമാഉ വറസത്തുൽ അംബിയാ. 1,24,000 വരുന്ന പ്രവാചകന്മാർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തുടങ്ങി ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ അവസാനിച്ച ആ പ്രവാചക പരമ്പര, ആ പരമ്പരയുടെ അനന്തരാവകാശികളെന്ന് പറയപ്പെട്ട ആഖിറത്തെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനങ്ങൾ, ദഅവാ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത മഹാന്മാരായിരുന്നു പ്രിയപ്പെട്ടവരെ. അവരെ വഴിയെ സഞ്ചരിക്കാൻ, ആദരിക്കേണ്ടവരെ ആദരിക്കാൻ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാൻ, മറ്റുള്ള മതങ്ങളെ ചേർത്ത് പിടിക്കാൻ, മതസൗഹാർദ്ദത്തിന്റെ മനോഹരമായ ചരിത്രം സൃഷ്ടിക്കാൻ, വിദ്വേഷങ്ങളിൽ നിന്ന്, വെറുപ്പുകളിൽ നിന്ന് ഈ ഉമ്മത്തിനെ തള്ളക്കോഴി കോഴിക്കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിച്ചുകൊണ്ട് ഈ ഉമ്മത്തിനെ മനോഹരമായി ആ മഹത്തായ സംവിധാനത്തിലുള്ള ഉഖ്റവിയായ ആലിമീങ്ങൾ, അംബിയായിന്റെ അനന്തരാവകാശികളായ ആ മഹാപണ്ഡിതന്മാർ മുന്നോട്ട് കൊണ്ടുപോയി. അവരുടെ വ്യത്യസ്തങ്ങളായ ചരിത്രങ്ങൾക്ക് നമുക്കറിയാം. അക്കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായ ചരിത്രത്തിന്റെ ഉടമയാണ് മഹാനായ ശംസുൽ ഉലമാ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. 4 പതിറ്റാണ്ട് കാലമാണ് ഈ ഉമ്മത്തിനെ അവർ നയിച്ചത്. ഈ ഉമ്മത്തിന്റെ മഹത്തായ സംവിധാനത്തിന് ശക്തമായ ശിലപായിക്കൊണ്ട് അവിടെ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറഞ്ഞു. ആ ചരിത്രമൊക്കെ നമുക്കറിയാം. അവിടെ നിന്ന് ഇങ്ങോട്ട് ശക്തമായി ഉമ്മത്ത് മുന്നോട്ട് പോവുകയാണ്. ഉലമാ, ഉമറാ, സദാത്യങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഭദ്രമായി ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കുമ്പോൾ ആ ഉഖ്റവിയായ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ, പ്രവാചക പാരമ്പര്യത്തിൽ നമുക്ക് എണ്ണിപ്പറയാൻ പറ്റുന്ന മനോഹരമായി ഓർക്കാൻ പറ്റുന്ന ചരിത്രമുള്ള, ജീവിത പാരമ്പര്യമുള്ള, പഠിക്കാനും പകർത്താനും എമ്പാടുമുള്ള മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ഈ അടുത്ത് നമ്മളോട് വിട പറഞ്ഞ മഹാനായ ശൈഖുൽ ജാമിഅ, അഭിവന്ദരായ ഗുരുവര്യര്, മഹാനായ ആലിക്കുട്ടി ഉസ്താദ്. ആ പച്ചമണ്ണിൽ അവിടെ നിന്ന് കിടക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ജീവിതത്തിൽ അവിടെ നിന്ന് പുഞ്ചിരിച്ചവരാണ്. ആരോടും ഒരാളെങ്കിലും, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും സയ്യിദാണെങ്കിലും ജീവിതത്തിൽ ഒരു ശത്രുവെങ്കിലും ഉണ്ടാകുമല്ലോ പ്രിയപ്പെട്ടവരെ. എന്നാൽ തിരൂർക്കാട്ടുകാരോടാണ് ചോദിക്കേണ്ടത്. നമ്മളെ ഓരോരുത്തരുടെയും മഹത്വം അറിയുന്നത് നമ്മുടെ നാട്ടുകാർക്കാണ്. നമ്മുടെ നാട്ടിലാണ് നമുക്ക് അംഗീകാരമുണ്ടാവേണ്ടത്, അവിടെയാണ് നമുക്ക് ആദരവുണ്ടാവേണ്ടത്, അവിടെയാണ് നമുക്ക് കറകളില്ലാതെയായി തീരേണ്ടത്. മഹാനായ ആലിക്കുട്ടി ഉസ്താദ് 20 വയസ്സിന്റെ താഴെ മാത്രം പ്രായമാകുമ്പോ തന്റെ പ്രിയപ്പെട്ട പിതാവ് വാങ്ങി വിളിക്കുന്ന പള്ളിയിൽ മൂസ മുല്ലാക്ക എന്ന് പറയുന്ന അഭിവന്ദരായ ആ മഹാമനീഷി 5 നേരം തന്റെ നാട്ടുകാരെ വിളിച്ചു കൊണ്ടുവരുന്ന പള്ളിയുടെ താൻ ഉൾക്കൊള്ളുന്ന മഹല്ല് നിവാസികളുടെ ഖാദിയും ഇമാമും ഖതീബുമായി നിശ്ചയിക്കപ്പെടുകയാണ്. മഹാനായ ആലിക്കുട്ടി ഉസ്താദ് ആ പുഞ്ചിരി, എവിടെയും ഒരു ശത്രുതയുടെ ലാഞ്ചന പോലും, ബഹുമാനപ്പെട്ടവരുടെ ശത്രുക്കൾ പോലും താഴ്മയോടുകൂടെ ശത്രുത വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവര് പോലും അതിന് കഴിയാതെ പരിഭ്രമിച്ചുപോയ, തോറ്റുപോയൊരു മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമ അതായിരുന്നു അഭിവന്ദരായ ഉസ്താദ്. നമ്മൾ അവരുടെ ഓർമ്മയുടെ മുമ്പിൽ നമ്മൾ മാത്രമല്ല, അവരെ ഇഷ്ടപ്പെട്ടവർ മുഴുവനും തേങ്ങുകയാണ്. മഹാനായ ഉസ്താദിന്റെ ഈ വിനീതനുൾപ്പെടെയുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ അഭിവന്യ ഗുരുവര്യരാണല്ലോ ബഹുമാനപ്പെട്ടവർ. അവരുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ മുൻപിലിരുന്ന ആ 2 വർഷത്തെ ആ മനോഹരമായ ചിത്രം മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോ ഓർമ്മ വരുന്നത് സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്താണ്. 2 ആയത്താണ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞ ആയത്താണ്.
ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെ തീർച്ചയായും നിങ്ങൾക്കിതാ ഒരു പ്രവാചകൻ എത്തിയിരിക്കുന്നു. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുന്നത് ആ പ്രവാചകൻ ഒരിക്കലും സഹിക്കുകയില്ല. തന്റെ അനുയായികളായ തന്റെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രയാസമുണ്ടാകുന്നത് ഒരിക്കലും അവിടത്തേക്ക് സഹിക്കുമായിരുന്നില്ല. ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദിനെ നമ്മൾ പഠിക്കുമ്പോൾ അവിടുത്തെ ശിഷ്യഗണങ്ങളാവട്ടെ, ബന്ധമുള്ളവരാവട്ടെ, മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളിലൊക്കെ നമുക്ക് അനുഭവപ്പെട്ടിരുന്നത് പോലെ ആദ്യമായൊരു മനുഷ്യൻ അലിക്കുട്ടി ഉസ്താദിനോട് ബന്ധപ്പെടുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള പരിചയപ്പെടലാണ്. ആ കൂടിക്കാഴ്ച കഴിഞ്ഞാൽ ആ മനുഷ്യന് തോന്നിപ്പോകും, അല്ലാഹുവേ, ഈ ആകാശത്തിന് താഴെ ഭൂമിക്ക് മീതെ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് ഏറ്റവും ബന്ധമുള്ളതും ഉസ്താദ് ഏറ്റവും ഇഷ്ടപ്പെടുന്നതും എന്നെയാണ്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്ക് അങ്ങനെ ഒരു മഹത്വമുണ്ടായിരുന്നു. അലിക്കുട്ടി ഉസ്താദിന്റെ ജീവിതത്തിൽ അത് നേർക്കാഴ്ചയായി അനുഭവപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, മനസ്സ് തുറന്ന് നമ്മൾ കേൾക്കേണ്ടതുണ്ട്. കാരണം ദിക്റുൽ അംബിയാ ഇബാദ വ ദിക്റുസ് സ്വാലിഹീന കഫാറ, അംബിയാഇന്റെ അനുസ്മരണം ഇബാദത്താണ്. അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ഇൽമിന് വേണ്ടി പണിയെടുത്ത് ഇൽമിന് വേണ്ടി സേവനം ചെയ്ത് ഈ ദീനിന്റെ ഓക്സിജൻ നിലനിർത്താൻ സേവനം ചെയ്ത് തന്റെ വഴി സത്യമായിരുന്നു, തന്റെ ഗുരുനാഥന്റെ വഴി പോലെ തന്റെ വഴിയും സത്യമായിരുന്നെന്ന് പ്രഖ്യാപിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് അടയാളപ്പെടുത്തിപ്പോയ ഒരു മഹാപണ്ഡിതനെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അലിക്കുട്ടി ഉസ്താദ് അങ്ങനെയായിരുന്നു. മറ്റൊരാൾക്ക് ആദ്യം പരിചയപ്പെടുന്നവന് തോന്നിപ്പോകും, ഉസ്താദ് എന്റേത് മാത്രമാണ്, എന്റെ ഉപ്പയാണ്, എന്റെ ഉസ്താദാണ്, എന്റെ കൂട്ടുകാരനാണ്, എന്റെ സഹായിയാണ്, എന്റെ എല്ലാമാണ്. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകന്റെ ഒരു മഹത്വമായിരുന്നു, ഏറ്റവും വലിയ മഹത്വം. മറ്റുള്ളവർക്ക് നന്മയുണ്ടാവണം, അഥവാ തന്റെ സമുദായത്തിന് ഗുണമുണ്ടാവണം. അഭിവന്ദരായ അലിക്കുട്ടി ഉസ്താദ് തന്റെ ഒരു ശിഷ്യൻ വന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു നന്മ പറഞ്ഞാൽ, ഒരു ഉയർച്ച പറഞ്ഞാൽ വല്ലാതെ സന്തോഷിക്കുമായിരുന്നു എന്ന് മാത്രമല്ല, ലോകത്ത് ഉസ്താദിന് ബന്ധമുള്ള ഏതൊക്കെ മാധ്യമങ്ങളുണ്ടോ, വഴികളുണ്ടോ, രാജ്യങ്ങളുണ്ടോ, അവിടെയെല്ലാം താനുമായി ബന്ധപ്പെട്ടയാൾക്ക് പ്രിയപ്പെട്ടവരെ ഉയരാനുള്ള മാർഗം ബഹുമാനപ്പെട്ട ഉസ്താദ് എളുപ്പമാക്കി കൊടുക്കുമായിരുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധ പ്രവാചകര് കരുണാവാരിധിയായിരുന്നല്ലോ, വിട്ടുവീഴ്ചയുടെ മകുടോദാഹരണമായിരുന്നല്ലോ. ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദിന്റെ ഒരു മഹത്വം അവിടുന്ന് റഹീമുൽ ഖൽബായിരുന്നു. വല്ലാത്ത കാരുണ്യമായിരുന്നു അവിടുത്തെ മനസ്സിലുണ്ടായിരുന്നത്. മഹാപണ്ഡിതന്മാര് ജാമ്യയിലുള്ള കാലഘട്ടമാണ്. ഈ വിനീതൻ തന്നെ നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട കാളമ്പാടി റഈസുൽ ഉലമാ കാളമ്പാടി ഉസ്താദുണ്ട്, ബഹുമാനപ്പെട്ട കുമരംപുത്തൂർ റഈസുൽ മുഹഖിഖുൽ ഉലമാ എപി ഉസ്താദുണ്ട്. അവരൊക്കെ വിദ്യാർത്ഥികളോട്, മുതഅല്ലിമീങ്ങളോട് അവരുടെ അച്ചടക്കവും അവരുടെ തർബിയത്തിനും വേണ്ടി വളരെ ഗൗരവപ്പെടുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ കോളേജുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയങ്ങൾ ഉണ്ടായിരുന്നാലും മഹാനായ ആലിക്കുട്ടി ഉസ്താദിന്റെ റൂം തുറക്കുന്നത് കാത്തു നിൽക്കുകയാണ് മുതഅല്ലിമീങ്ങള്, ജാമിയയിലെ വിദ്യാർത്ഥികള്. ആലിക്കുട്ടി ഉസ്താദിന്റെ റൂം ഒന്ന് തുറന്നിരുന്നെങ്കിൽ, ഉസ്താദ് ഒന്ന് വന്നിരുന്നെങ്കിൽ, അവിടെ ആ വാതിൽ തുറക്കുന്നു. വാതിൽ തുറന്നടുത്ത് ചെന്നാൽ മോനെ എന്ന് വിളിക്കുന്നതിന് പകരം ഉസ്താദ് മാനെ എന്നാണ് വിളിക്കാറുള്ളത്. മാനെ എന്താണ് വർത്തമാനം, ഇരിക്കൂ. അത് ജാമിയയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും പഠനം കഴിഞ്ഞ് പോയി തിരിച്ചു വന്നയാളാണെങ്കിലും മനസ്സിൽ വല്ലാത്ത, എത്ര വലിയ സങ്കടവുമായി ചെന്നാലും ഒരു വല്ലാത്ത കുളിർമയായിരുന്നു പ്രിയപ്പെട്ടവരെ. ആ ഒരു വല്ലാത്ത ആ സ്വീകരണം. എന്നിട്ട് ഉസ്താദിനോട് വിഷയം പറയും. ചിലപ്പോ ഹാജർ കട്ടായി പോയതായിരിക്കാം, അല്ലെങ്കിൽ വരാൻ വേണ്ടി വൈകിയതായിരിക്കാം. അതുകൊണ്ടാണ് ഉസ്താദുമാര് അച്ചടക്ക നടപടി സ്വീകരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദ് പറയും, ഉസ്താദുമാരുടെ ദേഷ്യം ഒന്ന് അടങ്ങട്ടെ, എന്നിട്ട് നമുക്ക് ശരിപ്പെടുത്താം. അവിടെ നിന്ന് ആശ്വസിപ്പിച്ചിട്ടാണ് മക്കളെ പറഞ്ഞയക്കുന്നത്.
മഹല്ലുകളുടെ വിവാദങ്ങളുമായിട്ട് വലിയ വലിയ വിഷയങ്ങളുമായിട്ട് രണ്ട് കക്ഷികളും പ്രിയപ്പെട്ടവരെ പല വിഷയങ്ങളിലും ഉസ്താദിന്റെ അടുക്കൽ വരും. മസ്അലാപരമായ വിഷയങ്ങൾ വന്നാൽ ബഹുമാനപ്പെട്ട ഉസ്താദ് വലിയ തഹ്ഖീഖുള്ള ആളാണ്. അവിടുത്തെ സബ്ഖ് എന്ന് പറഞ്ഞാൽ, ക്ലാസുകൾ എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ്. എത്ര പ്രയാസകരമായ ഭാഗങ്ങളാണെങ്കിലും സഹീഹുൽ ബുഖാരി ഉൾപ്പെടെ മുത്തവ്വൽ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർക്കൊക്കെ അറിയാം. ഒരൊറ്റ ക്ലാസ് പോലും കവിതാശകലങ്ങളില്ലാതെ ഉസ്താദ് എടുക്കാറില്ല. എപ്പോഴാണ് ഉസ്താദിന്റെ ക്ലാസ് കഴിഞ്ഞു പോയതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഏത് പ്രയാസകരമായ ഭാഗങ്ങളെയും ഹല്ല് ചെയ്യാൻ, അത് വിശദീകരിച്ചു തരാൻ ഉസ്താദിനുള്ളൊരു കഴിവ്. അങ്ങനെ ഒരു മസലാപരമായ വിഷയം വന്നാൽ ബഹുമാനപ്പെട്ടവരുടെ വിനയം അതെത്രയോ തവണ പ്രകടമായ സംഭവങ്ങളുണ്ട്. തന്റെ അഭിവന്ദരായ സീനിയർ ഉസ്താദുമാർ കാളമ്പാട് ഉസ്താദും എ പി ഉസ്താദും അവരുടെ ഹദറത്തിൽ ചെന്നിട്ട് അങ്ങോട്ട് ചെല്ലാണ്, പ്രിൻസിപ്പളാണ്. പക്ഷേ അതൊന്നും ഒരു യഥാർത്ഥ ആലിമിന്റെ മുമ്പിൽ അലങ്കാരങ്ങൾ, അത് അഹങ്കാരത്തിനുള്ള അഡ്രസ്സല്ലല്ലോ. അവർക്കുള്ള സ്ഥാനമാനങ്ങൾ മുഴുവനും അവരുടെ വിനയങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള മാധ്യമങ്ങളാണല്ലോ. അവരുമായി സംസാരിച്ചിട്ടല്ലാതെ ബഹുമാനപ്പെട്ടവർ ഒരിക്കലും അതിന് തീർപ്പ് പറയാറുണ്ടായിരുന്നില്ല. ഇരിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ടവർ റഹീമുൽ ഖൽബായിരുന്നു. അത് എല്ലാവരോടും. കാർത്തിക് എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്നൊരു ചെറുപ്പക്കാരൻ തന്റെ മോന്റെ കൂടെ ഡ്രൈവറായി വന്നതാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വീട്ടിൽ വന്നു. പിന്നെ ഉസ്താദ് എല്ലാമായി കാക്കുപ്പ എന്നാണ് ഉസ്താദിനെ വിളിക്കുക. അന്ന് മുതൽ ഇന്ന് വരെ കാർത്തിക വീട്ടിലുണ്ട്. ഉസ്താദിന് ജനിക്കാത്തൊരു മോനെ പോലെ. അത് ഉസ്താദിന്റെ പ്രത്യേകമായ ഒരു കഴിവായിരുന്നു. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് നമ്മൾ ഇങ്ങനെ അവരുടെ ആ ജീവിതം ഇങ്ങനെ പഠിക്കുമ്പോൾ, അവരുടെ ജീവിതത്തിന്റെ അവരുമായുള്ള സമ്പർക്കം നമ്മൾ ഇങ്ങനെ സംസാരിക്കാനും അത് പഠിക്കാനും നിന്നാൽ പ്രിയപ്പെട്ടവരെ മണിക്കൂറുകൾ നമുക്കതിനാവശ്യമായി വരും. അവിടെ 4ാം ക്ലാസ് വരെ മാത്രമാണ് ഔദ്യോഗികമായി സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്, 4 വരെ. പക്ഷെ ഞാനൊക്കെ 2004, 2005 കാലഘട്ടത്തിൽ ജാമിയയിൽ പഠിക്കുമ്പോൾ ഉസ്താദ് നല്ല ആരോഗ്യമുള്ള സമയമാണ്. വളരെ മനോഹരമായ തലപ്പാവുമായി പ്രൗഢമായ ശരീരം, ആരും ആകർഷിക്കുന്ന ശരീരം, വശ്യമായ ശബ്ദം, വലിയ കോലാഹലങ്ങളില്ല. എപ്പോഴും അവിടെ നിന്ന് ഓതിത്തരുന്നൊരായത്തുണ്ട്. ഈ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകും. പക്ഷേ മക്കളെ, നിങ്ങൾക്കറിയോ, ഇൽമുള്ള ആളുകളും ഇൽമില്ലാത്ത ആളുകളും ഒരിക്കലും തുല്യരല്ല. നിങ്ങൾക്ക് ഇവിടെ കുറവുകൾ ഉണ്ടായാലും നാളെ റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വലിയ ഫضലായിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് പറയുമായിരുന്നു. അതേ ബസ്സിലാണ് തിരൂർക്കാട്ടിൽ നിന്ന് ഉസ്താദ് വരാറുള്ളത്. സാധാരണ ബസ്സിൽ സീറ്റിലിരിക്കും. ആ സീറ്റിലിരുന്ന് യാത്ര ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ്, ആളുകളൊക്കെ അത്ഭുതത്തോടുകൂടെ ഉസ്താദിനെ നോക്കുകയാണ്. കാരണം അവിടെ നിന്ന് വായിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ആണ്. അതേ ഇംഗ്ലീഷ് പത്രമായിരിക്കും ഉസ്താദ് വായിക്കുന്നത്. അല്ലെങ്കിൽ സൗദി അതുപോലെയുള്ള UAE ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അച്ചടിക്കപ്പെടുന്ന മാധ്യമങ്ങൾ, ഇവിടെ ലഭ്യമാകുന്ന മാധ്യമങ്ങൾ, തന്റെ കഠിനാധ്വാനം കൊണ്ട്, തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ പ്രാർത്ഥന കൊണ്ട്, ഇഖ്ലാസിന്റെ വഴിയിലൂടെയുള്ള സഞ്ചാരം കൊണ്ട്, അതോടൊപ്പം തന്റെ അഭിവന്ദരായ ഗുരുവര്യന്മാരുടെ അവരോടുള്ള അതബോടുള്ളവരുടെയുള്ള പെരുമാറ്റം കൊണ്ടും അവരുടെ പൊരുത്തം കൊണ്ടും ഉന്നതമായ മേഖലകളെ ബഹുമാനപ്പെട്ട ഉസ്താദ് എത്തിപ്പിടിക്കുകയാണ്. 4ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ഉസ്താദ് ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്തിരുന്നു. ലോകത്തിന്റെ വ്യത്യസ്തമായ രാജ്യങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ ദഅവത്തുമായി ബന്ധപ്പെട്ടു പോകുമായിരുന്നു. അത് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മാത്രമല്ല, ആഫ്രിക്കൻ രാജ്യങ്ങൾ മാത്രമല്ല, പല പ്രദേശങ്ങളിലും ബഹുമാനപ്പെട്ട ഉസ്താദ് എത്തിപ്പെടുമായിരുന്നു. അവിടെയുള്ള പല പ്രമേയങ്ങളെയും സുന്നത്ത് ജമാഅത്തിന് വിരുദ്ധമായ റാബിത്തയിൽ വരെ വന്ന ചർച്ചകളെ തിരുത്താൻ, പ്രത്യേകിച്ച് ഖുത്ബയുടെ ഭാഷയുമായി ബന്ധപ്പെട്ട്
അറബി ഭാഷയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതാം. ഒരു കോൺഫറൻസിൽ വെച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിൽ നിന്നുള്ള മഹാപണ്ഡിതന്മാരുണ്ട്, പ്രതിനിധികളുണ്ട്. ആളുകൾക്ക് മനസ്സിലാവാൻ വേണ്ടി അങ്ങനെ ചെയ്യാമെന്ന ചർച്ച വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് 4 മദ്ഹബിന്റെ ഇമാമുമാരെ സമർത്ഥിച്ചുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള സഹാബത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ലോകത്തിന്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ സഞ്ചരിച്ചിട്ട് ഒരിക്കൽ പോലും അവർ അറബിയല്ലാത്ത ഭാഷയിൽ ഖുത്ബ ഓതിയിട്ടില്ല. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് പോലെ, അത് കണ്ടതുപോലെ നിങ്ങളും നിസ്കരിക്കണം. ഖുത്ബ എന്ന് പറയുന്നത് വെറും പ്രസംഗമല്ല. പ്രസംഗത്തിന് വുളൂഇന്റെ ആവശ്യമില്ല, പ്രസംഗത്തിന് ഔറത്ത് മറക്കേണ്ട ആവശ്യമില്ല. പ്രസംഗം എത്ര മണിക്കൂർ നീണ്ടു നിന്നാലും അതിനിടയിൽ ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഖുത്ബയിൽ ഇതൊക്കെ ആവശ്യമാണ്. അത് ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ അറബി ഭാഷയിൽ തന്നെ നിലനിർത്തണമെന്ന് ഈ കേരളത്തിലെ മഹാനായ ശംസുസ്താദിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ശംസുൽ ഉലമയുടെ മോനായ മഹാനായ ശൈഖുൽ ജാമി അലിക്കുട്ടി ഉസ്താദ് അവിടെ സമർപ്പിക്കുകയും ലോക പണ്ഡിതന്മാർ പ്രിയപ്പെട്ടവരെ അത് സമ്മതിക്കുകയുമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് ചെറിയ കുഞ്ഞു മക്കളെ പോലെയായിരുന്നു. അവിടെ നിന്ന് എന്തൊരു സന്തോഷമുണ്ടായാലും ക്ലാസ്സിൽ വന്നിട്ട് ഞങ്ങൾ മാത്രമല്ല, അവസരം കിട്ടിയവരോടൊക്കെ അത് പങ്കുവെക്കുമായിരുന്നു. അതൊരു പൊങ്ങച്ചത്തിന് വേണ്ടിയല്ല. അല്ലാഹു തന്ന നിഅമത്ത് സ്വന്തം മക്കളോട് പങ്കുവെക്കുക എന്ന ആ ഒരു വലിയ മനസ്സായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിനുണ്ടായിരുന്നത്. വലിയ പ്രബോധകനായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. അതുപോലെ തന്നെ ജന്മം നൽകിയ പിതാവ് കഴിഞ്ഞാൽ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ പരിശോധിച്ചാൽ അവിടെ ഏറ്റവും വലിയ സ്ഥാനമുണ്ടാകുക ബഹുമാനപ്പെട്ട അലിക്കുട്ടി ഉസ്താദിനായിരിക്കും. അത് ജാമിയിൽ നിന്ന് പിരിഞ്ഞു പോയവരാണെങ്കിലും അവരുടെ വിഷമങ്ങളിലും പ്രയാസങ്ങളിലും നമ്മളൊക്കെ ആ വിഷയത്തിൽ ഒരുപാട് അനുഭവസ്ഥരാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് പിതൃതുല്യനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയെ പറയാതെ, മഹാനായ കോട്ടുമല ഉസ്താദിനെ പറയാതെ അവരുടെ ഒരിക്കലും ഒരു ക്ലാസും സബക്കും അവസാനിക്കുമായിരുന്നില്ല. കേരളം കണ്ട മഹാപണ്ഡിത പണ്ഡിതന്മാരാണ് അവർ. തന്റെ ഗുരുവര്യരാണ്. അവരുടെ പൊരുത്തമാണ് എന്റെ വിജയത്തിന്റെ കാമ്പ്, കാതല്. അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ ഉസ്താദുമാരുടെ പൊരുത്തവും ഉള്ളവരാവണമെന്ന് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദ് പറയാതെ പറയുമായിരുന്നു. ജാമിഅ എന്ന ഉമ്മുൽ മദാരിസായ കേരളത്തിന്റെ മതപാഠശാലകളുടെ ഉമ്മയായ ആ മഹത്തായ സ്ഥാപനം അതിനെ ലോകോത്തര സ്ഥാപനമായി ഉയർത്താൻ, അത് ലോകം അറിയുന്ന സ്ഥാപനമായി ഉയർത്താൻ ബഹുമാനപ്പെട്ട ഉസ്താദ് അശ്രാന്ത പരിശ്രമം നടത്തുമായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഉലമാ ഉമറാ ബന്ധം നിലനിർത്താൻ, ആദരിക്കേണ്ടവരെ ആദരിക്കാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് സാദാത്യങ്ങളെയൊക്കെ ആദരിക്കുന്നത് നമ്മൾ കാണുമ്പോൾ അത് എത്ര പ്രായം കുറഞ്ഞവരാണെങ്കിലും ആദരവിന്റെ അർത്ഥതലങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. ആ ഒരു ബന്ധം, കേരളീയ പാരമ്പര്യത്തിന്റെ ബന്ധം, അത് പ്രിയപ്പെട്ടവരെ മനോഹരമായി നമുക്ക് സംവിധാനിച്ചിട്ട് സമർപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് കടന്നുപോയത്. ആരെയും ആകർഷിക്കുന്ന മഹത്തരമായ ഒരു പുഞ്ചിരി ബഹുമാനപ്പെട്ട ഉസ്താദിന് അല്ലാഹു ഫളലായി നൽകിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഉസ്താദിനെ കണ്ടിട്ടേ ഇല്ല, ആദ്യമായി കാണുകയാണ്. അവിടുന്ന് സലാം പറഞ്ഞടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ മുഖത്തിന്റെ ഒരു പ്രസന്നതയുണ്ട്. അത് നമ്മളെ ടെൻഷൻ ഫ്രീ ആക്കുന്നതായിരുന്നു പ്രിയപ്പെട്ടവരെ. അത് ജീവിതത്തിൽ അവസാന കാലം വരെ നിലനിർത്തി ബഹുമാനപ്പെട്ടവർ. മാത്രമല്ല, ഉന്നതിയുടെ പടവുകൾ ചവിട്ടിക്കേറിയപ്പോഴും ഒരിക്കൽ പോലും വന്ന വഴിയെ ഉസ്താദ് മറന്നില്ല. അവിടെ നിന്ന് ഓതിപ്പടിച്ച മഹല്ലുകളെ കുറിച്ച് ശിഷ്യന്മാരോട് ക്ലാസ്സിൽ വെച്ച് ഉസ്താദ് പറയും. അവിടെ നിന്ന് ദർസ് നടത്തിയ മഹല്ലുകളെ കുറിച്ച് പറയും. പ്രത്യേകിച്ച് മീനാർ കുഴി എന്നൊക്കെ പറയുന്ന മഹല്ലുണ്ട്. ഈ കൂട്ടിലങ്ങാടി ഭാഗത്ത് ഉസ്താദ് ദർസ് നടത്തിയ മുദരിസായ
മഹല്ലാണ് അത്തരത്തിലുള്ള മഹല്ലുകൾ. ബഹുമാനപ്പെട്ടവർ ആ നാട്ടുകാരെ അവർ സഹായിച്ചതും അവർ സേവനം ചെയ്തതും അവർ ചേർത്തിപ്പിടിച്ചതും എന്തിനാണ് ഇതൊക്കെ ശിഷ്യന്മാരോട് പറയുന്നത്? നിങ്ങളും ഇതുപോലെയാവണം. നിങ്ങൾക്ക് ഭക്ഷണം തന്നവർ, വെള്ളം തന്നവർ, നിങ്ങൾക്ക് സഹായങ്ങൾ തന്നവർ, സദക്കകൾ തന്നവർ, നിങ്ങൾ എത്ര ഉന്നതി പ്രാപിച്ചാലും അവരെയൊന്നും നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ലെന്ന പാഠമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് നൽകിയിരുന്നത്. വശ്യമായ പുഞ്ചിരി, ആരെയും ആകർഷിപ്പിക്കുന്ന പുഞ്ചിരി, അത് ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേകതയായിരുന്നു. എന്നാൽ ശിക്ഷിക്കേണ്ട സമയത്ത് ശിക്ഷിക്കുകയും ചെയ്യും. ഉസ്താദിന്റെ കയ്യിൽ നിന്ന് നന്നായിട്ട് ശിക്ഷ പേടിച്ചവരും ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. തെറ്റ് കണ്ടാൽ ആ തെറ്റിനെ തിരുത്താതെ പോകുകയായിരുന്നില്ല. പക്ഷേ ഉസ്താദ് ശിക്ഷിച്ചാലും അത് സന്തോഷമായി സ്വീകരിക്കുന്ന ഒരവസ്ഥയായിരുന്നു, ബഹുമാന ശൈലിയായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക്. അവസാനം രോഗാതുരമായ അവസ്ഥയിലായിരുന്നു. ഏതാനും വർഷങ്ങളായി. അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിന്റെ അനുജ സഹോദരനായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈദി ഉസ്താദിന്റെ മരണം തന്റെ താങ്ങും തണലുമായിരുന്നു അവര്. അതിനുശേഷമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് രോഗിയാകുന്നത്. എന്നാലും പരമാവധി താൻ ഏറ്റെടുത്ത തനിക്ക് ലോകത്ത് നിന്ന് ലഭ്യമാവുന്ന പദവികളിൽ ഏറ്റവും ഉന്നതമായ പദവിയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി എന്ന പദവി. അത് ശംസുൽ ഉലമ ഇരുന്ന പോസ്റ്റാണ്. അത് അതിനു മുമ്പുള്ള മുൻഗാമികൾ ഇരുന്ന പോസ്റ്റാണ്. ആ പോസ്റ്റിലിരുന്നു കൊണ്ട് ഉമ്മത്തിനെ ശാന്തമായി മഹാനായ ഉസ്താദ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗാതുരമായ അവസ്ഥയിലാണ്. അവിടുത്തെ ആഗ്രഹമാണ് ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ 100ാമത് വാർഷികത്തിൽ അവിടെ തന്റെ ഹുദൂരിയത്തുണ്ടാകണമെന്ന്. അതിനും ബഹുമാനപ്പെട്ടവർക്ക് അവസരം ഒരുങ്ങി. അതേ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കഴിഞ്ഞ വ്യാഴാഴ്ച രോഗാതുരമായ രോഗം വർദ്ധിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. അവസാനം വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഉസ്താദിന് ബോധക്ഷയമുണ്ട്, ബോധം വരുന്നുമുണ്ട്. തന്റെ ഖാദിമായ ഒരു നിഴല് പോലെ തന്റെ കൂടെയുള്ള മഹാനായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഫൈദി അദ്ദേഹത്തെ വിളിച്ചിട്ട് ഉസ്താദ് പറഞ്ഞു, ഉസ്മാനെ, അല്പം സംസം എനിക്ക് വേണം, അല്പം സംസം വേണം. ആ സംസം ബഹുമാനപ്പെട്ട ഉസ്താദ് കുടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് 3 തവണ വ്യക്തതയോടുകൂടെ ചൊല്ലിയിട്ട്, പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു വ്യക്തിയുടെ മരണമല്ല ഇവിടെ നമ്മൾ കേൾക്കുന്നത്. ഒരു വലിയ ഗ്രന്ഥശാല നമ്മുടെ മുമ്പിൽ പ്രോജ്വലിച്ച് നിന്നിരുന്നൊരു ഗ്രന്ഥശാല, അത് നമുക്ക് അന്യം നിന്ന് പോയാൽ എന്തായിരിക്കും അവസ്ഥ? ആ ഒരു വലിയ ചരിത്രമുള്ള മഹാപണ്ഡിതൻ അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുകയാണ്. ഇന്നലെ ആ ഖബർ ഷരീഫിന്റെ അടുക്കൽ ഈ പാവപ്പെട്ടവൻ പോയിരുന്നു. അപ്പോൾ അവിടെ ആ ഖബറിന്റെ മീതെ ഒരു പച്ച ഷാള് വിരിച്ചിട്ടുണ്ട്. വർഷങ്ങളായി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ തോളിൽ കിടക്കുന്ന ഷാളാണത്. ഉസ്താദ് മരിച്ചിട്ടുണ്ട് എന്ന് പോലും വിശ്വസിക്കാൻ, പ്രിയപ്പെട്ടവരെ, അവിടത്തോട് ബന്ധമുള്ളവരെന്ന നിലക്ക് നമുക്ക് ഈ സമയം വരെ കഴിഞ്ഞിട്ടില്ല. അതല്ലെങ്കിലും അങ്ങനെയാണ്. ലോകത്തൊരു ഉഖ്റവിയായ പണ്ഡിതൻ മരണപ്പെട്ടാൽ അവര് മരിച്ചാലും ജീവിച്ചിരിക്കും, ഒരു സംശയമില്ല. അവരെ ശരീരം മാത്രമേ ലോകത്തോട് വിട പറയുന്നുള്ളൂ. അവർ ഈ ലോകത്ത് നൽകിയ വിജ്ഞാനം, ഈ ലോകത്തിന് നൽകിയ ദഅവത്ത്, ഈ ലോകത്തിന് നൽകിയ ഹിദായത്തിന് നൽകിയ ഉമ്മത്തിന്റെ ഹിദായത്തിന് നൽകിയ സഹായം, അതങ്ങനെ പരമ്പരകളിലായി, സ്ഥാപനങ്ങളിലായി, മസ്ജിദുകളുടെ മിഹ്റാബുകളിലായി, മദ്രസകളിലായി അതിങ്ങനെ നിലനിൽക്കും. ഇദാ മാത്തൽ ഇൻസാനു ഇൻകതഅമലു ഇല്ലാ മിൻ സലാസ് സദഖത്തും ജാരിയ ഔ ഇൽമുൻ യുൻതഫഉ ബിഹി ഔ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ 3 കാര്യങ്ങളുടെ പ്രതിഫലം അവനെ തൊട്ട് മുറിഞ്ഞു പോവില്ല. ഒന്ന്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി അവൻ നൽകിയ സഹായങ്ങളാണ്. രണ്ടാമത്തത് നാഫിയ ഇൽമാണ്.
അതിങ്ങനെ പരമ്പരകളിലൂടെ ഇങ്ങനെ പ്രസരിച്ചുകൊണ്ടേയിരിക്കും. ഔവലദും സാലിഹും യദ്ഉ ലഹു, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന അതിന് ബോധമുള്ള മക്കളാണ് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ നിലക്ക് ഫൽആലിമൂന ഫഇമ്മാതു ഫഅഹിയാഉ, ആലിമീങ്ങൾ മരണപ്പെട്ടാലും അവർ ജീവിച്ചിരിക്കുക തന്നെ ചെയ്യും. ഫൽജാഹിലൂന ഫമാതു ഖബല മൗതിഹിമി, അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ അവസരമുണ്ടായിട്ടും അത് പഠിക്കാതെ ഉപയോഗപ്പെടുത്താത്ത ആളുകൾ അവർ മരിക്കുന്നതിന്റെ മുമ്പേ മരണപ്പെട്ടവരാണ്. കാരണം ഇൽമാണ് അവന്റെ ഈമാനിന്റെ ഓക്സിജന്. അവൻ നിലനിൽക്കുന്നില്ലെങ്കിൽ അവൻ എന്നേ മരിച്ചു പോയിട്ടുണ്ട് എന്ന് മഹാന്മാര് പറഞ്ഞതുപോലെ തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ അടുക്കല്, തന്റെ സഹോദരങ്ങളുടെ അടുക്കല് ബഹുമാനപ്പെട്ട ഉസ്താദ് കിടക്കുകയാണ്. ശൈഖുൽ ജാമിയായി, റഹീമുൽ ഖൽബായി, ആദരവുള്ള ആ ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് ബാക്കി വെച്ചുകൊണ്ട് കേരളത്തിന്റെ ആലിക്കുട്ടി ഉസ്താദ്, അറബികളുടെ ആലിക്കുത്തി ഷെയ്ഖ് ആലിക്കുത്തി എന്നവർ പ്രിയപ്പെട്ടവരെ അന്തിയുറങ്ങുകയാണ്. അവിടുത്തെ നമ്മൾ ഒരിക്കലും മറക്കരുത്. നമ്മൾ അവിടുത്തെ ശിഷ്യന്മാരുടെ ശിഷ്യന്മാരോ ആണ്. അവിടുന്ന് ശംസുൽ ഉലമയുടെ മകനാണ്. ആ പരമ്പരയെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ ഒരു സൂറത്തുൽ ഫാത്തിഹെങ്കിലും ഓതിയിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദുമാരോടുള്ള ബന്ധം നമ്മൾ നിലനിർത്തുമ്പോൾ നമ്മൾ നന്നാവാനും നമ്മുടെ ആഖിബത്ത് നന്നാവാനും അന്തൻ നബിയുല്ലദി തുർജാ ശഫാഅത്തുഹു ഇൻദസ്സിറാത്തി ഇദാ മാ സല്ലത്തിൽ ഖദമു. മുത്തുനബിയോട് പറഞ്ഞില്ലേ അഅറാബി വന്നിട്ട്, അല്ലാഹുവിന്റെ ഹബീബേ, സിറാത്തിൽ നാളെ എന്റെ കാലിടറുമ്പോ, എന്റെ കാൽപാദം വിറച്ചു പോകുമ്പോ എന്നെ ഒന്ന് മറുകര കടത്താനുള്ള പ്രതീക്ഷ അങ്ങിലാണ് ഞാൻ സമർപ്പിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ അവിടുത്തെ വാരിസീങ്ങളായ അനന്തരാവകാശിയായ ശൈഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെയുള്ളവർ കടന്നുപോയ മഹാന്മാർ, വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗനാ, ഭൂമിയിൽ ആർക്കും ഭാരമാവാതെ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ പഠനത്തിലും പഠിപ്പിക്കലിലും ഇൽമിലും മുത്താലയിലും ദിക്റിലും ഇബാദത്തിലുമായി കടന്നുപോയ ആളുകൾ മരിച്ചിട്ടും പുഞ്ചിരി നിർത്താതെ മരിച്ചിട്ടും പുഞ്ചിരിയോട് കൂടെ കിടക്കുന്ന ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെ പോലെയുള്ള ആളുകൾ, പ്രിയപ്പെട്ടവരെ, ദുനിയാവിന്റെ മാത്രമല്ല ആഖിറത്തിന്റെ കൂടെ നമ്മുടെ പ്രതീക്ഷയാണ്. അല്ലാഹു ആ നിലക്ക് ബഹുമാനപ്പെട്ടവരുടെ ദറജകൾ ഉയർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അവിടെ നീ പരിശുദ്ധമായ ദീനിന് നൽകിയ സേവനങ്ങൾ ആരെയും വെറുപ്പിക്കാതെ എല്ലാവരെയും തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടും മോഹിപ്പിച്ചുകൊണ്ടും സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ടും ആ ജീവിച്ചു പോയ ആ ജീവിതം ഇന്ന് പച്ചമണ്ണിലാണ് കിടക്കുന്നത്. ജന്നാത്തുൽ ഫിർദൗസിൽ ഉന്നതമായ സോപാനത്ത് വിരാജിക്കുന്ന ജന്നാത്തുൽ ഫിർദൗസിന്റെ ഉന്നതമായ സ്ഥാനത്ത് ഇടം നൽകുന്ന ആത്മാവുകളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിനെയും നമ്മുടെ മറ്റു ഉസ്താദുമാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മണ്ണിന് തൊടാൻ അധികാരമില്ലാത്ത, ഭൂമിക്ക് നിഷിദ്ധമാക്കപ്പെട്ട ചില ശരീരങ്ങളുണ്ട്. അത് അല്ലാഹുവിന്റെ ദീനിന്റെ നൂറിന്റെ ആ നൂറാനിയത്ത് കലർന്ന രക്തമോടിയ ശരീരമാണ്. തന്റെ ജീവിതത്തിന്റെ വളരെ ചെറിയ പ്രായം മുതൽ ഈ 90ലേക്ക് അടുത്ത സമയം വരെയും റബ്ബേ നിന്റെ ദീനിനാണ് അഭിവന്ദരായ ശൈഖുന ചെലവഴിച്ചത്. അതിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് ജീവിച്ചത്. അല്ലാഹുവേ, മണ്ണ് തൊടാത്ത ബഹുമതി ബഹുമാനപ്പെട്ട ആലിക്കുട്ടി ഉസ്താദിന്, ഞങ്ങൾ അഭിവന്ദരായ ഗുരുവര്യർക്ക്